സി പേഴ്സണാലിറ്റിയും ജോബും രണ്ടും മാച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പലപ്പോഴും നല്ല ഒരു ടീച്ചർ, നല്ലൊരു അധ്യാപകനായി വരുന്നത് ഒരു ബിസിനസ് മാൻ ആയിരിക്കാം. ചിലപ്പോൾ ഒരു ബിസിനസ് മാൻ്റെ അകത്ത് ഒരു അധ്യാപകനും ഒളിഞ്ഞിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഒരു ഡോക്ടർ ചിലപ്പോൾ നല്ലൊരു ബിസിനസ്സുകാരനായി മാറിയേക്കാം. അതുമല്ലെങ്കിൽ ഒരു എൻജിനീയർ ചിലപ്പോൾ ഒരു നല്ലൊരു കവിയായിരിക്കാം. അങ്ങനെ ജോബും പേഴ്സണാലിറ്റിയും മിസ്മാച്ച് പലപ്പോഴും വരാറുണ്ട്. നമ്മുടെ ശശി തരൂരിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതുപോലെ തന്നെ മീഡിയയിലും മറ്റും നല്ല തിളങ്ങി നിൽക്കുകയാണ് വീണ്ടും. അദ്ദേഹം ഒബ്വിയസ്ലി ഒരു വിശ്വപൗരനാണ്. അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ഫൂട്ടേജുണ്ട്, ഫുട് പ്രിൻ്റുണ്ട്, അറിയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ്. കറൻ്റ്ലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒബ്വിയസ്ലി ഇന്നത്തെ ഡിസ്കഷൻ അല്പം അൺസ്ട്രക്ചേർഡ് ആണ്. കാരണം ഇത് ഒരു എന്താ പറയുന്നത്, ഒരു ശശി തരൂരിനെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. അദ്ദേഹത്തെ വെള്ളപൂശാനോ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ശ്രമമല്ല. ഇത് എടുത്തു പറയാൻ കാരണം, അതായത് വൈറ്റ് വാഷിംഗ്, വെള്ളപൂശൽ എന്ന് എടുത്തു പറയാൻ കാരണം, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഒരു വയസ്സായ ഒരു സ്ത്രീ, പ്രായം ചെന്നൊരു സ്ത്രീ, ഒരു അല്പം മഞ്ഞൊക്കെയുള്ള എന്താ പറയുന്നത്, ഒരു ഐസി ആയ സ്ഥലത്ത് കറങ്ങാൻ പോയി. അതിനുശേഷം അതിൻ്റെ വീഡിയോ പ്രചരിച്ചു. ഒരു ഉസ്താദ് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. മീഡിയയിൽ ആ വാർത്ത അങ്ങ് കത്തിക്കയറി. പല രീതിയിലുള്ള ഡിസ്കഷനിലേക്കും കാര്യങ്ങളെത്തി. സോ അതിനെക്കുറിച്ച് ചെറിയൊരു റിഫ്ലക്ഷനായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തു. ആ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ശരിക്കും എൻ്റെ ഒരു എന്താ പറയുന്നത്, ആ ഒരു ചെറിയൊരു കാര്യം, ചെറിയൊരു ഒരു അവസ്ഥ, അതായത് ഒരു സ്ത്രീ കറങ്ങാൻ പോകുന്നു. ഒബ്വിയസ്ലി അവർക്ക് അവരുടെ ലൈഫിൽ അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് ശേഷം ആസ് എ ബ്രേക്ക് ആയിരിക്കാം അവരത് ചെയ്തത്. പക്ഷേ അത് എങ്ങനെ വലിയൊരു പ്രശ്നമായി മാറി എന്നായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ആ വീഡിയോ കണ്ടിട്ടാണോ അല്ലേന്ന് എനിക്കറിയില്ല, അതിന് ഒരു മതത്തിൻ്റെ ഒരു കളർ കൊടുത്ത് ആരെയോ വൈറ്റ് വാഷ്, പ്രത്യേകിച്ച് ഉസ്താദിനെ വൈറ്റ് വാഷ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. ആ രീതിയിൽ ഞാൻ എന്തോ പറഞ്ഞ പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സോ ഇത് പറയാൻ കാരണം, നമ്മുടെ ശശി തരൂരിൻ്റെ അവസ്ഥയും ഏകദേശം ഇതുപോലെയായി മാറിയിട്ടുണ്ട്. അദ്ദേഹം CWC അംഗമാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു ഇൻ്റലക്ച്വലാണ്. അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതി കേരള സർക്കാരിൻ്റെ സമയത്ത് വന്ന, അതായത് റീസെൻ്റ്ലി വന്ന ചില ഡെവലപ്മെൻറ്റ്സും അതിനനുസരിച്ച് ഒരു നിക്ഷേപ സൗഹാർദ്ദ സിറ്റുവേഷൻ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തതാണെന്ന് തോന്നുന്നു. സോ അതിനെക്കുറിച്ച് പല രീതിയിലുള്ള പ്രശ്നം കോൺഗ്രസിൻ്റെ അകത്ത് വന്നു. തീർച്ചയായിട്ടും ഭരണകക്ഷി LDF അതിനെ ഏറ്റുപിടിച്ചു. അങ്ങനെ അത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്ന സമയമാണിത്. സോ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് ആസ് എ സെൽഫ് റിഫ്ലക്ഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങളുടെ കമൻറ്റ് അത് എത്രത്തോളം തീക്ഷ്ണമായാലും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. സോ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളത് ഡിക്ഷണറിയിൽ നോക്കിയാൽ അതിന് നല്ല അർത്ഥമൊക്കെ കിട്ടും. പക്ഷേ ആസ് എൻ ഇൻഡിവിജ്വൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളത് ആർട്ട് ഓഫ് സർവൈവൽ, അതായത് എത്ര ബുദ്ധിമുട്ടും സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള വ്യക്തികളാണ്. ഒന്ന്. രണ്ട്, ദേ നോ ഹൗ ടു ഹാൻഡിൽ ദ പവർ എന്നുള്ളതാണ്. നേരെ മറിച്ച് ഒരു ഇൻ്റലക്ച്വൽ എന്നുള്ളത്, അവർ അറിവുമായി ബന്ധപ്പെട്ട്, അറിവ് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്പം സെൽഫിഷ് തന്നെയാണ്. സെൽഫിഷ് എന്ന് പറയാൻ കാരണം വിവാദമുണ്ടാക്കാനല്ല, മറിച്ച് അവർക്ക് അവരുടെ നോളജ് ബാക്കിയുള്ള ആൾക്കാരുമായി ഷെയർ ചെയ്യാനുള്ള ആഗ്രഹമാണ്. ഓക്കെ, അതിയായ ആഗ്രഹമാണ്. അത് ആൾക്കാരോട് ഷെയർ ചെയ്യും. അത് ഇതുപോലെ വീഡിയോയിൽ ആകണമെന്ന് നിർബന്ധമില്ല. അത് പറയാൻ കാരണം ഞാനൊരു ഇൻ്റലക്ച്വൽ എന്നല്ല, മറിച്ച് പല നല്ല ആൾക്കാരും എപ്പിസോഡുകൾ ചെയ്യാറുണ്ട്, ഷെയറിങ് ദെയർ ഗ്രേറ്റ് നോളജ്. ഞാൻ വീഡിയോസൊക്കെ കാണാറുമുണ്ട്, പുസ്തകങ്ങൾ എഴുതാറുണ്ട്, ആർട്ടിക്കിൾസ് എഴുതാറുണ്ട്, പോഡ്കാസ്റ്റുകൾ കേൾക്കാറുണ്ട്. സോ പല മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവരുടെ ആ എക്സ്പേർട്ടീസായ ഏരിയയിൽ അവരുടെ അഭിപ്രായം പറയും. അത് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ പല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടാകാം,
പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നുണ്ടാകാം, വീഡിയോകൾ വാച്ച് ചെയ്യുന്നുണ്ടാകാം. അവർക്കും അറിവ് വർദ്ധിക്കുമ്പോൾ ഒബ്വിയസ്ലി ദേ വിൽ ഷെയർ ദെയർ നോളജ്. അതുപോലെ തന്നെ നമ്മുടെ ശശി തരൂറിൻ്റെ കാര്യത്തിലും ചിലപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടാകാം. അദ്ദേഹവും ഒരു പൊളിറ്റീഷ്യനേക്കാളും കൂടുതൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു ഇൻ്റലക്ച്വലായിട്ടാണ്. അതോടൊപ്പം ഒരു ഇൻഡിപെൻഡൻറ്റ് തിങ്കർ കൂടിയാണ്. കോൺഗ്രസ്സിലാണെങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുന്നുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടാകും. ചില സ്കൂളുകളിൽ എല്ലാ അധ്യാപകന്മാരും കൂട്ടായി ചേർന്ന് ഒരു തീരുമാനമെടുത്താൽ there will be one teacher who will be standing out. എല്ലാ ഡോക്ടേഴ്സും ചേർന്ന് ഒരു ഇവൻറ്റിന് പോകാൻ തീരുമാനിച്ചാൽ there will be one doctor who will be standing out. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും നമുക്ക് എല്ലാവരെയും ഒരു കാര്യത്തിലേക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ചിലർക്ക് അവരുടേതായ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസും തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള അവരുടെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അവരുടെ വിഷൻസ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ഇങ്ങനെ ഓപ്പണായി ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്നുള്ളത്. അതാണ് ഇന്ന് എല്ലാ രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നതും, എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ ശശി തരൂർ. അപ്പോൾ ശശി തരൂറിൻ്റെ ആ ഒരു നല്ല വ്യക്തിത്വം, പേഴ്സണാലിറ്റി, പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് 200% അഭിപ്രായം ഒത്തുപോകുന്ന ഒരാളാണ് ഞാൻ. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും, അത് എല്ലാവർക്കും ഉണ്ടാകും. ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ആരുമല്ല, ഒരു സാധാരണ വ്യക്തിയാണ്, ജസ്റ്റ് ലൈക്ക് യു. ചിലപ്പോൾ നിങ്ങളെക്കാളും വളരെ താഴ്ന്ന രീതിയിൽ പൊസിഷനുള്ള സ്റ്റാറ്റസുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ പൊസിഷൻ. സോ അത്രത്തോളമൊന്നും ഹൈപ്പടിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ റീസെൻ്റ്ലി നമ്മുടെ ശശി തരൂർ എടുത്ത ചില പൊസിഷൻസും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയ ചില അഭിപ്രായങ്ങളും, എസ്പെഷ്യലി ഇൻ റീസെൻറ്റ് ഇൻ്റർവ്യൂസ് ചിലതൊക്കെ കാണാനിടയായി. സോ അദ്ദേഹം പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. അതായത് പൊളിറ്റിക്സ് എന്നുള്ളത് ഇസ് എ വെഹിക്കിൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു വണ്ടി പോലെയാണ്. സോ ശശി തരൂർ അദ്ദേഹത്തെ ആ വണ്ടിയിൽ സഞ്ചരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. സോ ഫോർ ഹിം പൊളിറ്റിക്സ് ഇസ് എ വെഹിക്കിൾ, ഒരു കാറോ അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു സാധനമാണ്. സോ അദ്ദേഹം ആ വെഹിക്കിളിൽ ഇരിക്കുന്നു, ആ വെഹിക്കിൾ അദ്ദേഹത്തെ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു. സോ ഹി വിൽ ട്രാവൽ സർട്ടൻ ഡിസ്റ്റൻസ്, ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ഒരു വെഹിക്കിളാണ് പൊളിറ്റിക്സ് ഫോർ ഹിം. പക്ഷേ ചിലപ്പോഴൊക്കെ ചില രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെയും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അതായത് പൊളിറ്റിക്സ് ഇസ് എന്താ പറയുക, എൻ്റെ തറവാടാണ്. ഏത് പാർട്ടി ആയാലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ജനതാദളായാലും ഏത് പാർട്ടിയായാലും അതെൻ്റെ തറവാടാണ് എന്ന് പറയാറുണ്ട്. പല രാഷ്ട്രീയ നേതാക്കൾ പിന്നീട് തറവാട് മാറാറുമുണ്ട്, അത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനാണ്. ഏതായിരുന്നാലും ദേ സീ ദംസെൽസ് ആസ് എന്താ പറയുന്നത്, ആ ഒരു തറവാടിൻ്റെ ഭാഗമാകുന്ന ആൾക്കാരാണ്. സോ അവർക്ക് രാഷ്ട്രീയം എന്നുള്ളത് ഒരു ഐഡിയോളജിയും, ആ ഐഡിയോളജിയിൽ പിടിച്ചു നിൽക്കാനുള്ള, അതായത് അതിൽ തന്നെ അതിൻ്റെ ഒരു ഭാഗമായി മാറാനുള്ള, പാർട്ട് ആൻഡ് പാർസലായിട്ട് മാറാനുള്ള ഒരു ടെൻഡൻസിയാണ്. പക്ഷേ വേറെ ചില രാഷ്ട്രീയ നേതാക്കളുണ്ട്, അവർക്ക് പൊളിറ്റിക്സ് ഈസ് എ ടൂൾ. ആ ടൂൾ ഉപയോഗിച്ച് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. സോ അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. സോ ഇങ്ങനെ 3 തലത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാരുണ്ട്. ഒന്ന്, പൊളിറ്റിക്സ് അതിനെ വെഹിക്കിളായി കാണുന്നു. 2, പൊളിറ്റിക്സ് അതിനെ അവരുടെ തറവാടായി കാണുന്നു. 3, പൊളിറ്റിക്സ് അതിനെ ഒരു ടൂളായി കാണുന്നു. ഇത് പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും നമുക്ക് സാമ്യപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരു പാരലൽ ഡ്രോ ചെയ്യാൻ പറ്റും. സോ ഇത് ഇവിടെ പറയാൻ കാരണം, നമുക്ക് ഒരാളെ വിലയിരുത്തുമ്പോൾ, ജഡ്ജ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടേതായ ചില താല്പര്യങ്ങളുണ്ടാകും. പക്ഷേ ആ ഒരു വ്യക്തി, നമ്മൾ ആരെയാണോ ജഡ്ജ് ചെയ്യുന്നത്, അവർക്കും കാണില്ല അവരുടേതായ പ്രയോറിറ്റീസ്. ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ വിവാദം ഒഴിവാക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൻ്റെ സ്പെഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട്. അതായത് കേരളത്തിൽ ഇപ്പോൾ LDF UDF എന്നുള്ള 2 ചേരികളാണുള്ളത്. ഒബ്വിയസ്ലി BJP ഈസ് റൈസിങ്. അപ്പോൾ ഇങ്ങനെ LDF 2 ടേമായിട്ട് കേരളം ഭരിക്കുകയാണ്. സോ 3rd ടേമിലേക്ക് പോകുമോ അതല്ല UDF വരുമോ?
UDFിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി കോൺഗ്രസ് എന്നുള്ളത് ഒരു മേജർ കക്ഷിയാണ്. കോൺഗ്രസ്സിൽ കറൻ്റ്ലി നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഇനി നെക്സ്റ്റ് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന ഒരു രീതിയിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമാണോ ഈ ഒരു കാര്യവും വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ശശി തരൂർ ഇങ്ങനെ ഓപ്പണായിട്ട് കാര്യം പറഞ്ഞത് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊളിറ്റീഷ്യൻ എന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റലക്ച്വൽ എന്നുള്ള ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചിട്ടാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യമായിട്ട് കാശുണ്ടെന്നാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. സോ ദാറ്റ് ഹി ക്യാൻ ഫോളോ ഹിസ് എന്താ പറയുന്നത്, അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കരിയർ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, വിച്ച് ഈസ് ഗ്രേറ്റ്. ഐ ആം ഹാപ്പി ഫോർ ഹിം. അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ ഒബ്വിയസ്ലി അത് വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും അവരുടേതായ പാഷൻ, അവരുടേതായ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാൻ, ഇഫ് ദേ ഹാവ് ഇനഫ് മണി, അവരുടെ കയ്യിൽ വെൽത്ത് ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ആരുടെ കാര്യമായാലും നിങ്ങളുടെ കയ്യിൽ അങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ ഒബ്വിയസ്ലി ഐ എം ഹാപ്പി ഫോർ യു. എൻ്റെ കയ്യിൽ അങ്ങനെ ക്യാഷ് ഉണ്ടെങ്കിൽ യു ഷുഡ് ബി ഹാപ്പി ഫോർ മീ എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കുണ്ട്. ഏതായിരുന്നാലും അങ്ങനെയുള്ളൊരു ഒപ്പീനിയനും നമ്മുടെ ശശി തരൂർ സർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം ചില ഹിൻറ്റും കൊടുത്തു. ഇനിയിപ്പോൾ കോൺഗ്രസ് വിടാൻ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ അദ്ദേഹം വേറെ പാർട്ടി ആർക്കാണോ അദ്ദേഹത്തെ ആവശ്യമുള്ളത് അവർക്ക് വേണ്ടി അദ്ദേഹം സെർവ് ചെയ്യും എന്ന കാര്യവും അദ്ദേഹം ഒരു ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. കാരണം ചില ആൾക്കാർ അങ്ങനെയാണ്. ചില ആൾക്കാർ രാഷ്ട്രീയ പാർട്ടിയിൽ വർക്ക് ചെയ്ത് അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദേ വിൽ ഹാവ് എ ഗ്രേറ്റ് ഫോളോയിങ്, അല്ലെങ്കിൽ അവരുടേതായ ഒരു കൾട്ട് ബിൽഡ് ചെയ്ത് അവരുടേതായ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകും. മറ്റു ചില ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിംഗ് എന്നുള്ളത്, അതായത് എസ്പെഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരാൾക്കാർ, ശശി തരൂരിനെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാൾ, അത് വേറെ വ്യക്തികളുമാകാം, വേറൊരു ഫീൽഡിൽ നിന്ന് നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാർട്ടി അവരെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ ആ ടൂൾ കൺസെപ്റ്റില്ലേ, അതായത് ചില ആൾക്കാർ പൊളിറ്റിക്സിനെ ടൂളായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ ടൂളായി ഉപയോഗിക്കുന്നു എന്നതിന് പകരം പൊളിറ്റിക്കൽ പാർട്ടി മസ്റ്റ് യൂസ് ഈ ഇൻഡിവിജ്വൽസിനെ ടൂളായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കൺസെപ്റ്റാണ്. ഏതായിരുന്നാലും ഇന്നത്തെ ഡിസ്കഷൻ അല്പം സ്കാറ്റേഡായി പോയി. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഒന്ന്, പൊളിറ്റിക്സ് എന്നുള്ളത് ഒബ്വിയസ്ലി ഇന്ത്യ പോലുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ആത്മാവാണ്. നല്ല പൊളിറ്റീഷ്യൻസ്, അതായത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള, സ്വന്തമായി ചിന്തിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് നമ്മുടെ രാജ്യത്തിന് അത്യാവശ്യമാണ്. അത് നൽകുന്ന ആൾക്കാരെയും നമുക്ക് ആവശ്യമാണ്, അതുപോലുള്ള കാൻഡിഡേറ്റ്സിന്. ഈയിടെ ഞാനൊരു എഡ്യൂക്കേഷൻ ചാനലുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഒരു ലൈവ് സ്ട്രീം ചെയ്തപ്പോൾ ആ ലൈവ് സ്ട്രീമിൽ വന്ന വ്യക്തി എന്നുള്ളത് ഒരു സ്റ്റുഡൻ്റാണ്, എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. അവൻ എൻജിനീയറിംഗ് പഠിച്ചതായിരുന്നു. അത് കഴിഞ്ഞ് അവന് UPSCക്ക് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ 6 വർഷം അയാൾ കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. UPSC ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ദെൻ ഹീ ലെഫ്റ്റ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഗൾഫിലേക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു. സോ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ്, അതായത് ഒരു യുവാവിൻ്റെ 6 വർഷം 22 മുതൽ 28 വരെയുള്ള ഒരു പ്രൈം ടൈം അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തു ഓൺലി ടു പർസ്യൂ അദ്ദേഹത്തിൻ്റെ സിവിൽ സർവീസ് എന്നുള്ള ആഗ്രഹം. അദ്ദേഹത്തിന് ഒരു IFS ഓഫീസർ ആകാനായിരുന്നു താല്പര്യം. അതിൽ കൂടി രാജ്യത്തെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം എന്നുള്ളത് രാജ്യത്തെ സേവിക്കുക, രാജ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ളതായിരുന്നു. പിന്നീട് ഫോർ സം അൺഫോർച്ചുനേറ്റ് റീസൺസ് ഹി കുഡ് നോട്ട് ക്രാക്ക് UPSC എക്സാം ഫൈനൽ വരെ എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് അദ്ദേഹം അത് ഉപേക്ഷിച്ച് മറ്റു ചില മാർഗങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം പോയി. കാരണം ഒബ്വിയസ്ലി ഹി ഹാസ് ടു ഗെറ്റ് മാരീഡ്, ഫാമിലി സപ്പോർട്ട് ചെയ്യാനൊക്കെയുണ്ട്. സോ ഈ ഒരു ഡിസ്കഷനിൽ, അദ്ദേഹവുമായുള്ള ഡിസ്കഷനിൽ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഹീ ഈസ് ഓൾസോ ഹാവിങ് നോളജ്. ഇതുപോലെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നോളജ് ആഗ്രഹിക്കുന്ന, നോളജുള്ള
ഒരു നല്ല യുവത്വം നമ്മുടെ കയ്യിലുണ്ട്. അവർക്കും ഇതുപോലെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവർക്കിങ്ങനെ മുന്നോട്ട് വരണമെങ്കിൽ രണ്ട് വേ ആണുള്ളത്. ഒന്ന് പൊളിറ്റിക്സിൽ കൂടി വരിക, രണ്ടാമത്തത് അഡ്മിനിസ്ട്രേഷനിൽ കൂടി വരിക. പക്ഷേ നമ്മുടെ UPSC എക്സാം എന്നുള്ളത് അത്ര എളുപ്പമല്ല ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വരുന്നത് എല്ലാവർക്കും പറ്റിയ പണിയല്ല. മറിച്ച് പൊളിറ്റിക്സ് എന്നുള്ളത് അഗെയിൻ അതും നമുക്ക് ക്രാക്ക് ചെയ്ത് ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വരിക എന്നൊക്കെയുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഈയിടെ വന്ന നമ്മുടെ സരിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ, ഇപ്പോൾ നാം കാണുന്ന ശശി തരൂറുമായിട്ടുള്ള ഇഷ്യൂ, ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, സരിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ശശി തരൂർ ഒരു ഇൻ്റലക്ച്വലാണ്, ഒരു ഓഥറാണ്, നല്ല രീതിയിലുള്ള ഒരു ഇമേജുള്ളൊരു വ്യക്തിയാണ്, ഇൻ്റർനാഷണൽ ഇമേജുള്ള വ്യക്തിയാണ്. അതുപോലെ പല ആൾക്കാരും നാം അറിയാത്ത ആൾക്കാരുണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. സോ ഇഫ് ദേ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ പൊളിറ്റിക്കൽ എന്താ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് ഇസ് എ ഗ്രേറ്റ് ഫൈറ്റ്. അതിന് അതിൻ്റെതായ സമയമെടുക്കും. ചിലപ്പോൾ ആ ഒരു സമയം എല്ലാവർക്കും കിട്ടണമെന്നില്ല. ആ ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പേഷ്യൻസ് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. സോ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വി നീഡ് പൊളിറ്റീഷ്യൻസ്. ഞാൻ പറയുന്നില്ല ഒരിക്കലും എഡ്യൂക്കേറ്റഡ് ആയാൽ മാത്രമേ ഒരു നല്ല വ്യക്തിയാകൂ എന്നുള്ളത്. മറിച്ച് എഡ്യൂക്കേഷൻ കുറഞ്ഞ ആൾക്കാരിലും നല്ല വ്യക്തികളുണ്ടാകും, നല്ല കഴിവുള്ള വ്യക്തികളുണ്ടാകും, നല്ല രീതിയിൽ തന്നെ രാജ്യത്തെ സേവിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ വി നീഡ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നോളജുള്ള ആൾക്കാരും നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ലഭിക്കൂ എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക എന്നുള്ളത് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി, കോൺഗ്രസിൻ്റെ മാത്രമല്ല ഓരോ പാർട്ടിക്കും വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹം. സോ അതിനുള്ള ഒരു സിറ്റുവേഷൻ എല്ലാവരും സൃഷ്ടിക്കണം. പൊളിറ്റിക്കൽ പാർട്ടി മാത്രമല്ല, മറിച്ച് അതിൻ്റെ അണികളും ഇതുപോലെ സോഷ്യൽ മീഡിയ കമൻ്റ് ഇടുന്ന ആൾക്കാരുമൊക്കെ. സോ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ താഴെയും കുറേ കമൻസ് വരുമായിരിക്കും പല വിവാദ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. ലെറ്റ് ഇറ്റ് ബി. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.